ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, മനുഷ്യ അംഗീകാരം പലരും കൊതിക്കുന്നുണ്ട്. എന്നാൽ ഈ അംഗീകാരവും പ്രശസ്തിയും കിട്ടാൻ നാം പല നല്ല പ്രവൃത്തികളും ചെയ്യുന്നുമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കാൻ ചില മാർഗങ്ങള് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. നിയമാവർത്തനം 10-ാം അധ്യായം 12-ാം തിരുവചനത്തിലേക്ക് ഒന്ന് കടന്നിയല്ല. ദൈവമായ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നാണ് അവിടെ ചോദ്യം. അവിടുത്തെ ഭയപ്പെടുകയും, രണ്ടാമത് പറയുന്നത് എന്താണെന്നോ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും, മൂന്നാമത് അവിടുത്തെ സ്നേഹിക്കുകയും, 4 പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അവിടുത്തെ സേവിക്കുകയും ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുക. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈ ഭയം എന്താണ്? പേടിച്ചു വിറയ്ക്കുന്നതല്ല. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തെ തിരിച്ച് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൽ കുറവ് വരുന്നുണ്ടോ? അതാണ് നാം ഭയപ്പെടേണ്ട കാര്യം. അവിടുത്തെ മാർഗത്തിൽ ചരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ദൈവത്തിന് സ്വീകാര്യമാകുവാൻ നമുക്ക് നമ്മുടെ മാർഗങ്ങളും ചെയ്തികളും ഒന്ന് പരിശോധിച്ച് കൃപ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമകളാക്കാൻ ദൈവമേ സഹായിക്കണമേ. അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ അധ്വാനിക്കുന്നു. ഈശോയുടെ അനുഗ്രഹം ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും ഒഴുകിയിറങ്ങട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.